ിട്ടുള്ളത് കണക്കിൽ ഈ പറയുന്ന ഇന്ത്യ രാജ്യത്ത് നടക്കുന്ന ഒരു ദിവസത്തെ മരണം 400 കേരളത്തിൽ ഏകദേശം 15 മരണങ്ങളാണ് ഒരു ദിവസം നടക്കുന്നത്. ഏകദേശം 3 മിനിറ്റ്, അതായത് 400 മരണം എന്ന് പറയുന്നത് ഒരു ദിവസം ഒരു വിമാനം, ജംബോജറ്റ് വിമാനം തകർന്നു വീഴുന്നതിന് തുല്യമാണ്. നമ്മുടെ നാട്ടിൽ എപ്പോഴെങ്കിലും ആണ് വിമാനം തകർന്നു വീഴുന്നത് അല്ലേ? അപ്പോഴാണ് വലിയ വാർത്തയായിട്ട് 100-400 പേർ മരിക്കുന്നു എന്ന് പറയുന്ന വലിയ വാർത്ത നമ്മൾ കേൾക്കുന്നത്. എന്നാൽ റോഡ് ആക്സിഡന്റിൽ ഈ പറയുന്ന 400 മരണം ദിനം നടക്കുകയാണ്. എല്ലാ ദിവസവും 400 ആളുകൾ റോഡിൽ കൊല്ലപ്പെട്ടിട്ട് പോലും നമ്മുടെ റോഡിൽ എങ്ങനെ വണ്ടി ഓടിക്കണം, എങ്ങനെ ഓടിക്കരുത് എന്ന് മനസ്സിലാക്കാൻ നമ്മുടെ ഡ്രൈവർമാർ തയ്യാറാവുന്നില്ല. കേരളത്തിൽ ഏറെക്കുറെ 14-15 പേരാണ് ഒരു ദിവസം റോഡിൽ മരണപ്പെടുന്നത്. ഈ പറയുന്ന എല്ലാ മരണങ്ങളും എങ്ങനെ സംഭവിക്കുന്നതാ കേരളം. അതുകൊണ്ട് തന്നെ നിങ്ങളും വണ്ടി ഓടിക്കുമ്പോൾ നമ്മൾ എപ്പോഴും പറയും എന്താണ്, ബ്ലോക്കാണ് എന്ന് പറയും, അല്ലെങ്കിൽ ഉദ്ദേശിച്ച സമയത്ത് ഓടിച്ചെത്താൻ പറ്റുന്നില്ല എന്ന് പറയും, ഉദ്ദേശിച്ച സ്പീഡിൽ ഓടിക്കാൻ സാധിക്കുന്നില്ല എന്ന് പറയും. അതെന്തുകൊണ്ടാണ്? നമ്മളെ സംബന്ധിച്ച് നമ്മുടെ പ്രദേശത്തിൽ ഉൾക്കൊള്ളാവുന്നതിലും എത്രയോ അധികം വാഹനങ്ങൾ റോഡിൽ ഓടുന്നുണ്ട്. അപ്പൊ നമ്മുടെ ടൗണുകളൊക്കെ നിറഞ്ഞു കവിയും, റോഡുകൾ നിറഞ്ഞു കവിയും. അപ്പൊ അതിൽ ആ റോഡിൽ ഇത്രയൊക്കെ സ്പീഡിൽ അല്ലെങ്കിൽ ഇത്രയൊക്കെ സൗകര്യത്തിലേ നമുക്ക് വണ്ടി ഓടിക്കാൻ സാധിക്കൂ എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അത് വേറെ ആരുടെയും കുഴപ്പം കൊണ്ടല്ല. എന്താണ്, നമ്മുടെ റോഡിൽ അത്രയും വണ്ടിയുണ്ട്. വണ്ടികൾ അമേരിക്കയുടെ അത്രയും തുല്യമായ രീതിയിൽ വണ്ടികൾ വളർന്നുകൊണ്ട് എണ്ണം കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. പ്രത്യേകിച്ച് കൊറോണയ്ക്ക് ശേഷം സ്വകാര്യ വാഹനങ്ങൾ ഒരുപാടെണ്ണം നമ്മുടെ റോഡിൽ വന്നിട്ടുണ്ട്. ഏകദേശം 2000-2500 വണ്ടികളാണ് ഒരു ദിവസം രജിസ്റ്റർ ചെയ്യുന്നത്. കേരളത്തിലെ എല്ലാ ആർ ടി ഓഫീസിലും കൂടി 2000-ലധികം പുതിയ വണ്ടികൾ രജിസ്റ്റർ ചെയ്യുന്നുണ്ട്. അത് മാസക്കണക്കല്ല, ദിവസക്കണക്കാണ്. അത് എല്ലാ ദിവസവും ഉണ്ട്. ആ രജിസ്റ്റർ ചെയ്യുന്ന ഒന്നും പൊളിച്ചു മാറ്റുന്നില്ല. വളരെ അപൂർവം 1-2 വണ്ടി അല്ലെങ്കിൽ ഒരു 10 വണ്ടിയൊക്കെ മാസത്തിലെ ഒരു 10-20 വണ്ടിയൊക്കെയാണ് മാക്സിമം ഇവിടുന്ന് പോകുന്നുള്ളൂ. ഇതിന് പുറമെ നമ്മുടെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നാണ് നമ്മൾ കൂടുതൽ സാധനങ്ങൾ കൊണ്ടുവരുന്നത്. അപ്പൊ ഗൂഡ്സ് വണ്ടികളൊക്കെ മുഴുവൻ തമിഴ്നാട്, കർണാടക വണ്ടികളുമാണ്. അപ്പൊ ഇന്ത്യയിലെ മുഴുവൻ വണ്ടികളും കുറെ എണ്ണം ഇവിടെ വരുന്നുണ്ട്. ഇനി അപകട കാരണങ്ങളാണ്, എന്തുകൊണ്ടൊക്കെ ആക്സിഡന്റ് ഉണ്ടാവാം. അപ്പൊ ആക്സിഡന്റ്, നമ്മൾ ഓരോ ആക്സിഡന്റ് നോക്കിയാലും അതിലൊക്കെ പല വ്യത്യസ്തമായ കാരണങ്ങളായിരിക്കും ഉണ്ടാവുക. കൃത്യമായി ഇന്ന കാരണമൊന്നുമില്ല. അട്ടപ്പാടിയിൽ ഒരു ആള് മരിച്ചത്, ഒരു ബൈക്കുകാരൻ ഇങ്ങനെ കൊണ്ടുവന്ന് നിർത്തി, അവിടെ ഒരാൾ ഇരുന്ന് വർത്താനം പറയുന്നു. അവന് ഒരാൾ അവിടെ ഇങ്ങനെ കുന്തിച്ചിരിക്കുന്നുണ്ട്. ഒരാൾ ഈ ആളോട് സംസാരിച്ചതിന് ശേഷം ഇവൻ വീശിയെടുത്താണ് പോയതാണ്. ഇവന്റെ കിക്കർ ഇദ്ദേഹത്തിന്റെ തുളഞ്ഞാണ് പോയിട്ടാണ് ആൾ മരിച്ചത്. അപ്പൊ നമ്മളെ സംബന്ധിച്ച് വണ്ടിയിൽ ആക്സിഡന്റ് ഉണ്ടാവുന്നത് പല കാരണങ്ങൾ കൊണ്ടുണ്ടാവാം. ഈ എല്ലാ കാരണമൊന്നും നമ്മുടെ എന്തിൽ വരില്ല, നമ്മുടെ വാർത്തയിൽ വരില്ല. നമ്മൾ പനയമ്പാടത്ത് തന്നെ ദുരന്തം നടന്ന സമയത്ത് ഇവിടുന്ന് അങ്ങോട്ടൊരു വണ്ടി പോയി, അവിടുന്ന് ഇങ്ങോട്ടൊരു സിമെന്റ് ലോറി വന്നു, അത് തമ്മിൽ ഇടിച്ചു അല്ലെ. അതിന്റെ ഫ്രണ്ട് ഗ്ലാസ് പൊട്ടിയത് കൊണ്ട് തന്നെ കാഴ്ച മറഞ്ഞ് അവൻ അങ്ങനെ പോയിട്ട് ബാലൻസ് തെറ്റി കുഴിയിലേക്ക് മറഞ്ഞു. ഈ ഇവിടുന്ന് അങ്ങോട്ട് പാലക്കാട്ടേക്ക് പോകുന്ന വാഹനത്തിന്റെ ഡ്രൈവറുടെ മൊബൈൽ ഫോണിൽ 15-14 മിസ് കോൾ ഉണ്ടായിരുന്നു. ഈ അപകടം നടന്ന സമയത്ത് പിന്നീട് അവന്റെ ഫോൺ പരിശോധിച്ച സമയത്ത് ഈ ഫോണ്, ഈ അപകടം, ഇപ്പൊ നമുക്ക് GPS ഉള്ളത് കൊണ്ട് കൃത്യമായി GPS-ൽ അപകടം നടന്ന സമയം കാണിക്കും. അതുവരെ അതിന്റെ ട്രേസിങ് കാണിക്കും. അപകടം നടക്കുമ്പോൾ GPS അവിടെ കട്ടാവും. അപ്പൊ കറക്റ്റ് സെക്കൻഡ് മിനിറ്റും കാണിക്കും. ആ സമയത്താണ് ഇവന്റെ ഫോൺ കട്ടായിടുന്നത്. അതിനുശേഷമാണ് ഇതിലേക്ക് മിസ് കോൾ വന്നുകൊണ്ടേയിരിക്കുന്നത്. അപ്പൊ ഇതൊന്നും നമുക്ക് കൃത്യമായി തെളിവായി കണ്ടെത്താൻ കഴിയില്ലെങ്കിൽ പോലും ഒരുപക്ഷെ ഈ ഫോണിലായിരുന്നിരിക്കാം. അപ്പൊ ഈ അപകട കാരണങ്ങളെ പലതായി കാണാം. എങ്കിൽ പോലും അതിൽ ഏകദേശം 90-95% അപകടങ്ങളും ഈ പറയുന്ന വലിയ വൃത്തം, ഈ വലിയ വൃത്തം മുഴുവൻ ഡ്രൈവർ അല്ലെങ്കിൽ ഹ്യൂമൻ എറർ, അതായത് വണ്ടി ഓടിക്കുന്ന ആള് വരുത്തുന്ന പിഴവ്. വണ്ടി ഓടിക്കുന്ന ആള് പിഴവ് വരുത്താം, ഒരു സംശയമില്ല. എത്ര പരിചയസമ്പന്നനാണെങ്കിലും എത്ര വർഷം വണ്ടി ഓടിച്ച ആളാണെങ്കിലും ആ വ്യക്തി എന്ത് വരുത്താം, പിഴവ് വരുത്താം. അപ്പൊ നിങ്ങളും ഈ പറയുന്ന എല്ലാ വർഷവും ഈ ABയുടെ ട്രെയിനിങ് കിട്ടിയ ആളാണെങ്കിലും ഇനി ഞാൻ വളരെ ഭംഗിയായി ഓടിക്കുമെന്ന് തീരുമാനിച്ച് വണ്ടിയിൽ കയറുന്ന ആളാണ്, നിങ്ങളും എന്ത് ചെയ്യാം, പിഴവ് വരുത്താം. പക്ഷെ പിന്നെ ഈ പിഴവ് വരുത്തുന്നത് എങ്ങനെ അപകടമല്ലാതാക്കാൻ പറ്റും? എങ്ങനെ പറ്റും? അവിടെയാണ് നമ്മൾ ഇനി പറയുന്ന അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന തുടർന്ന് കാണുന്ന ചില കാര്യം. എന്തെങ്കിലും ചില
ടെക്നിക്കുകൾ കൊണ്ട്. അപ്പൊ നമ്മൾ നല്ല സ്പീഡിൽ പോവുകയാണ്, വളരെ കൂടിയ വേഗതയിൽ പോകുന്ന ഡ്രൈവർ വരുത്തുന്ന പിഴവ് എന്തിലേക്ക് നയിക്കാം? അപകടത്തിലേക്ക് നയിക്കാം, അല്ലെ? അതിനുവേണ്ടി നമ്മളിപ്പോ EIB-ക്ക് 50 വെച്ചിട്ടുണ്ട്. അതെന്തുകൊണ്ടാണ്? അത് ഈ പിഴവ് കൂടി മുന്നിൽ കണ്ടുകൊണ്ടാണ്. അതായത് EIB ഓടിക്കുന്ന ഡ്രൈവർക്കും പിഴവ് വരാം, എങ്കിൽ പോലും ഒരു 50-ൽ പോകുന്ന വണ്ടിക്ക് വന്ന ഡ്രൈവർക്ക് വന്ന പിഴവ് അത് നയിക്കുന്ന അപകടത്തിന്റെ തീവ്രത വളരെ കുറവായിരിക്കും, അല്ലെ? അതുകൊണ്ട് തന്നെ നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ നമുക്ക് പിഴവ് പറ്റാം, അതിന് സംശയമൊന്നുമില്ല. നമ്മൾ പിഴവില്ലാതെ വണ്ടി ഓടിക്കാൻ സാധിച്ചോളുന്നില്ല. നമ്മൾ ചില സിഗ്നലുകൾ ചിലപ്പോൾ കണ്ടില്ല എന്ന് നടിക്കും, ചില സമയത്ത് നമ്മൾ അശ്രദ്ധമായി ചിലപ്പോൾ ഓവർടേക്ക് ചെയ്യും. ഇതൊക്കെ സംഭവിക്കാം ചില ഘട്ടത്തിൽ. അങ്ങനെ സംഭവിക്കണം എന്നില്ല, സംഭവിക്കാതിരിക്കുകയാണ് പരമാവധി നമ്മൾ ശ്രമിക്കേണ്ടത്. എങ്കിൽ പോലും നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, എനിക്ക് പിഴവ് പറ്റാം, എന്നാൽ എൻ്റെ പിഴവ് ഒരു അപകടത്തിലേക്ക് നയിക്കാത്ത രീതിയിൽ വേണം നമ്മൾ വാഹനം ഓടിച്ചു വരാൻ. അപ്പൊ ഏറെക്കുറെ 90% അപകടങ്ങളും ഒരു ഡ്രൈവർ വിചാരിച്ചാൽ ഒഴിവാക്കാം. അപ്പൊ നമ്മുടെ നാട്ടിൽ നടക്കാവുന്ന അപകടങ്ങൾ ബാക്കിയുള്ളതാണ്. അതായത് 2%. ഇപ്പൊ ഒരു ഓടുന്ന സമയത്ത് ഒരു മരം പെട്ടെന്ന് പൊട്ടി വീണു, അത് ഡ്രൈവറെ സംബന്ധിച്ച് പരിഹരിക്കാവുന്ന പിഴവല്ല. അത്തരം വളരെ ചെറിയ ചില വണ്ടിയുടെ പെട്ടെന്ന് എന്തെങ്കിലും വണ്ടിയുടെ ഭാഗങ്ങൾ ഫെയിൽ ആവുക, അതൊന്നും ഡ്രൈവറുടെ നിയന്ത്രണത്തിൽ വരാത്തത് ഏകദേശം എത്ര ഉള്ളൂ? 3.5% ഉള്ളൂ. അപ്പൊ 95% അപകടങ്ങളും ഒഴിവാക്കാവുന്ന വിഭാഗം എന്ന് പറയുന്നത് മനുഷ്യൻ തന്നെയാണ്. മനുഷ്യൻ വിചാരിച്ചാൽ ഇത് എല്ലാം നമുക്ക് പരിഹരിക്കാൻ. നിങ്ങളൊരു കേവലം നിങ്ങളുടെ ഡ്രൈവിംഗ് നിങ്ങളെ മാത്രം, അല്ലെങ്കിൽ നിങ്ങൾ വലിയ ഒരു സമൂഹത്തെ സ്വാധീനിക്കുന്ന ഒന്നാണ് നിങ്ങളുടെ ഡ്രൈവിംഗ്. എന്താ കാരണം? നമ്മുടെ വണ്ടിയിൽ യാത്ര ചെയ്യുന്ന മുഴുവൻ കുട്ടികളും, അല്ലെങ്കിൽ ആ സ്കൂളിലെ മുഴുവൻ കുട്ടികളും വളരെ ആകാംക്ഷയോടെ നോക്കുന്ന ഒന്നാണ് നിങ്ങളുടെ ഡ്രൈവിംഗ്. മനസ്സിലായോ? അതായത് നിങ്ങൾ എങ്ങനെയാണ് വണ്ടി ഓടിക്കുന്നത്, നിങ്ങൾ എങ്ങനെയാണ് ഓവർടേക്ക് ചെയ്യുന്നത്, നിങ്ങൾ എങ്ങനെയാണ് ഹോൺ അടിക്കുന്നത്, നിങ്ങൾ എങ്ങനെയാണ് മറ്റുള്ള വണ്ടികളോട് പെരുമാറുന്നത്, നിങ്ങൾ എങ്ങനെയാണ് സിഗ്നൽ ജംഗ്ഷനുകളിലൊക്കെ പെരുമാറുന്നത്. അപ്പൊ നിങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളും ഈ കുട്ടികൾ കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. നിങ്ങൾ ആ വണ്ടി എവിടെയാണ് നിർത്തുന്നത്, അപ്പൊ ഈ പറയുന്ന എല്ലാം ആ കുട്ടികളുടെ തലച്ചോറിൽ ഇങ്ങനെ ഫീഡ് ചെയ്യപ്പെടും. അപ്പൊ എങ്ങനെയാണ് ഹോൺ അടിക്കേണ്ടത്? നിങ്ങളുടെ ഹോണടി ശീലം തന്നെയാണ് ആ കുട്ടിക്ക് മനസ്സിലാവുന്ന ഹോണടി. പണ്ട് നമ്മളൊക്കെ പ്രൈവറ്റ് ബസ്സിലെ ഡ്രൈവർമാരുടെ കൾച്ചറാണ് കണ്ടിരുന്നത്, അല്ലെ? അവൻ വീശി ഓടിക്കുന്നതും അവൻ ഹോൺ അടിക്കുന്നതും അതാണ് ഡ്രൈവിംഗ് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കി വെച്ചിട്ടുള്ളത്. അവൻ ഗിയർ മാറ്റുന്നതും, അല്ലെ? അത് തന്നെയാണ് ഡ്രൈവിംഗ്. ഇപ്പൊ ഈ പറയുന്ന കുട്ടികൾ വീട്ടിൽ പോയാൽ അനുകരിക്കുന്നത് ഒരു പക്ഷെ ആ കുട്ടി യാത്ര ചെയ്യുന്ന EIB വാഹനത്തിലെ ഡ്രൈവറുടെ ശീലങ്ങളായിരിക്കും. അപ്പൊ ആ കുട്ടിയെ നോക്കിയാൽ മതി, അതിൽ ഓടിക്കുന്ന ആ ഡ്രൈവർ നല്ല രീതിയിലാണോ വണ്ടി ഓടിക്കുന്നത് നമുക്ക് അറിയാൻ പറ്റും. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട അതുകൂടിയാണ്. നിങ്ങൾ പല രീതിയിൽ ഡ്രൈവിംഗ് പഠിച്ച് ഓടിച്ച് ശീലിച്ചവരാവാം, എങ്കിൽ പോലും നിങ്ങൾ വണ്ടി ഓടിക്കുമ്പോൾ വളരെ കൃത്യമായി വണ്ടി ഓടിക്കണം. ശാസ്ത്രീയ ഡ്രൈവിംഗ് എന്ന് പറയുന്നത് 2 കൺസെപ്റ്റാണ്. ഒന്ന് അത് സയൻസുമാണ്, ഒപ്പം തന്നെ അതൊരു ആർട്ടുമാണ്. ആർട്ട് ആൻഡ് സയൻസ്, കലയുമാണ് ശാസ്ത്രവുമാണ്, അല്ലെ? അതിന്റെ ശാസ്ത്രം എന്താണ്? ഇതൊരു മൂവിങ് ആണ്, അല്ലെ? ഓടിക്കൊണ്ടിരിക്കുന്ന സാധനമാണ്. അത് നിൽക്കണമെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ½ mv² എന്നൊക്കെ പറയുന്ന പോലെ കൈനറ്റിക് എനർജിയും ഒക്കെ അതിൽ വരുന്നുണ്ട്. അതിന്റെ ഗ്രാവിറ്റി വരുന്നുണ്ട്, വളച്ചൊടിക്കുമ്പോൾ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് വരുന്നുണ്ട്. എല്ലാം സയൻസ് ആണ് വണ്ടി. ഇനി അതിന്റെ കല എന്താണ്? ആർട്ട് എന്താണ്? കല എന്ന് പറയുന്നത് നമുക്ക് പല രീതിയിൽ വണ്ടി നിർത്താം, അല്ലെ? ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടി, ചിലവർ വണ്ടി നിർത്തി കഴിഞ്ഞാൽ ബാക്കിലെ സീറ്റിലിരിക്കുന്ന ആള് നേരെ പോയിട്ട് ഫ്രണ്ട് ഗ്ലാസ്സിൽ പോയി നിൽക്കും, അല്ലെ? ചിലവർ വണ്ടി നിർത്തി കഴിഞ്ഞാൽ അതിൽ സുഖമായിരുന്നു ഉറങ്ങാം, അല്ലെങ്കിൽ ബോണറ്റിൽ ഒരു കുപ്പി വച്ചാൽ പോലും അത് വീഴാതെ ഇരിക്കുന്നൊക്കെ പറയുന്ന പോലെ. അങ്ങനെ കലാപരമായി വണ്ടി ഓടിക്കാം, വളരെ മനോഹരമായി. പ്രത്യേകിച്ച് ചില ബസ്സിലൊക്കെ നമുക്ക് ഇരിക്കാനേ പറ്റില്ല, കാരണം ഭയങ്കരമായി ഹോൺ അടിക്കും. KSRTC ചില ഡ്രൈവർമാരൊക്കെ ഹോൺ അടിച്ചുകൊണ്ടേയിരിക്കും, അല്ലെങ്കിൽ വീശി ഇങ്ങനെ വളച്ചോടിച്ചുകൊണ്ടിരിക്കും. നല്ല സ്പീഡ് പോകുന്നു, ചവിട്ടുന്നു, വീണ്ടും ഓടിക്കുന്നു, എടുക്കുന്നു. അപ്പൊ സത്യത്തിൽ വണ്ടി ബ്രേക്ക് ചെയ്യുന്നതോ ആക്സിലേറ്റർ ചെയ്യുന്നതോ ഹോൺ അടിക്കുന്നതോ പോലും യാത്രക്കാരെ അനുഭവിപ്പിക്കാതെ വളരെ കലാപരമായി ഓടിക്കുന്നതിനാണ് ആർട്ട് ഓഫ് ഡ്രൈവിംഗ് എന്ന് പറയുന്നത്. കലാപരമായി ഓടിക്കുക. സത്യത്തിൽ ഈ വാഹനത്തിന്റെ സയൻസ് അറിയുന്ന, വളരെ കലാപരമായി ഓടിക്കുന്ന ഒരു ഡ്രൈവറാണ് EIBക്ക് വേണ്ടത്. അപ്പൊ നിങ്ങൾ വണ്ടി ഓടിക്കുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ്? നമ്മൾ സാധാരണഗതിയിൽ വാഹനം ഓടിക്കുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ്? ഇപ്പോൾ രാവിലെ പ്രീ ചെക്ക് ഉണ്ടാവും, പ്രീ ചെക്ക്, അല്ലെ? നമ്മളെ സംബന്ധിച്ച് വലിയ വാഹനങ്ങളോ എല്ലാം തന്നെ രാവിലെ വണ്ടി ഡ്രൈവർ സീറ്റിൽ ഇരിക്കുന്നതിന് മുൻപ് തന്നെ നോക്കേണ്ട ചില കാര്യങ്ങളുണ്ട്, അല്ലെ? നമ്മളിപ്പോ പറയുന്ന പോലെ രാവിലെ എത്ര മണിക്ക്, 8 മണിക്ക് എടുക്കുന്നവരുണ്ടാവാം, 7 മണിക്ക് എടുക്കുന്നവരുണ്ടാവാം, 7:30 എടുക്കുന്നവരുണ്ടാവാം. വളരെ നിസ്സാരമായി നമ്മൾ ആ വാഹനത്തിന് ചുറ്റും ഒന്ന് നടന്നു നോക്കുകയും
വണ്ടിയുടെ പ്രത്യേകിച്ചും ഗ്ലാസ്സുകൾ, പ്രത്യേകിച്ച് മഴക്കാലമാണ്, നമുക്ക് വിൻഡ് ഷീൽഡ് ആയാലും ബാക്കിലെ വിൻഡ് ഷീൽഡ് ആയാലും മിററുകളായാലും ഒക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി ഡ്രൈവർ സീറ്റിലിരുന്ന് സീറ്റ് ബെൽറ്റൊക്കെ ഇട്ട് വണ്ടി ഓടിച്ച് തുടങ്ങുന്ന ഡ്രൈവറെ സംബന്ധിച്ച് സ്റ്റിയറിങ്ങിൽ പിടിക്കുന്നത് പോലും അല്ലേ, സ്റ്റിയറിങ്ങിൽ പല രീതിയിൽ പിടിക്കാം. നമുക്ക് സ്റ്റിയറിങ്ങിൽ ഇങ്ങനെ പിടിക്കാം അല്ലേ, ഇങ്ങനെ പിടിച്ച് വണ്ടി ഓടിക്കുന്നവരുണ്ട് താഴെ. അതിൻ്റെ ഗുണം എന്താ? കയ്യിന് വളരെ റിലാക്സ് ആയിരിക്കും. ഇങ്ങനെ പിടിച്ച് വണ്ടി ഓടിച്ചാലുള്ള കുഴപ്പം എന്താ? നമ്മളിങ്ങനെ പിടിച്ച് ഇങ്ങനെ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്നു, എന്താ കുഴപ്പം? എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ആവശ്യമുള്ളപ്പോൾ ഇങ്ങനെ പിടിച്ച് നമുക്ക് തിരിച്ചാൽ മതി. എന്താ കുഴപ്പം ഇങ്ങനെ പിടിച്ച് ശീലിച്ചാ? പറയും നിങ്ങളെല്ലാവരും ഇരുന്ന് ഉറങ്ങിയാൽ എങ്ങനെ? ആരാ പറയാ? ഇങ്ങനെ പിടിച്ചാ പെട്ടെന്ന് നമുക്ക് മുന്നിൽ പോകുന്ന വണ്ടിക്കാരൻ പെട്ടെന്ന്, പലരും ഈ ഗൂഗിൾ മാപ്പൊക്കെ ഇട്ട് പോണ ആൾക്കാരാണ്. അവൻ എവിടെയെങ്കിലും എത്തുമ്പോഴാണ് ഗൂഗിൾ മാപ്പ് പെട്ടെന്ന് റൈറ്റ് ഇട്ടാണെന്ന് പറയുമ്പോൾ അവൻ ഒറ്റ ചവിട്ടും. നമ്മളിങ്ങനെ പിടിച്ചാൽ നമുക്ക് ഒന്നും ചെയ്യാല്ല, അവൻ്റെ ബാക്കിൽ കുത്താനേ പറ്റുള്ളൂ. ഇങ്ങനെ വെട്ടിക്കാനുള്ള സാധ്യത മുഴുവൻ പോകും. ഒരു കാരണവശാലും ഇങ്ങനെ പിടിച്ച് ഓടിക്കും. നിങ്ങളിങ്ങനെ പിടിച്ച് ഓടിച്ചാൽ ചിലപ്പോൾ നിങ്ങൾ ഇടിക്കൊന്നുമില്ല, പക്ഷെ നിങ്ങളുടെ ഇത് കണ്ടിട്ട് കുട്ടികൾ മനസ്സിലാക്കി ഇങ്ങനെയൊക്കെ പിടിക്കാം, സ്റ്റിയറിംഗ് ഇങ്ങനെയും പിടിക്കാം അല്ലേ, എങ്ങനെയും പിടിക്കാം, ആ നടുവത്തെ റിബിൽ പിടിക്കാം എന്ന് കരുതും. പിന്നെ ഇങ്ങനെ കൈ അല്ലേ ക്രോസ് ആയിട്ടൊക്കെ ഒരു കൈ കൊണ്ടൊക്കെ ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ ക്രോസ്. ഇതിൻ്റെയൊക്കെ കുഴപ്പം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ പുതിയ വാഹനങ്ങളിലൊക്കെ നമ്മൾ എയർ ബാഗൊക്കെ ഉണ്ട്, പുതിയ കാറുകളിലൊക്കെ എയർ ബാഗൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ ഇങ്ങനെയൊക്കെ വണ്ടി പോയിട്ട് അബദ്ധവശാൽ എന്തെങ്കിലും ഒരു ആക്സിഡൻറ്റിലൊക്കെ പെട്ട് കഴിഞ്ഞാൽ ഇവിടെ ആ സ്റ്റിയറിങ്ങിൻ്റെ സെൻറ്ററിലാണ് എയർ ബാഗ് ഇരിക്കുന്നത്, അത് ബ്ലോ ചെയ്യും, അത് പൊട്ടിയിട്ട് ബാഗ് 350 km/h ഈ സാധനം പൊട്ടി വിടരുന്നത്. കൈയിൻ്റെ പൊടി പോലും കിട്ടാണ്ടാവില്ല ഇങ്ങനെ ക്രോസ് ആയിട്ടാണ് കൈ ഇരിക്കുന്നതെങ്കിൽ. ഒരിക്കലും നമ്മൾ സ്റ്റിയറിങ് ഈ പറയുന്ന 12-ൻ്റെയും 6-ൻ്റെ, ഈ കൈ 12 മുതൽ 6 വരെയും ഈ കൈ 12 മുതൽ 6 വരെയും എന്നാണ് പറയുന്നത്. പഴയ രീതിയൊക്കെ മാറി. അപ്പം അതുകൊണ്ട് നമ്മുടെ തെറ്റായ ശീലങ്ങൾ നമ്മുടെ കുട്ടികൾ മനസ്സിലാക്കി അത് ശീലിക്കാൻ സാധ്യതയുള്ളത് കൊണ്ട് നിങ്ങൾ കൃത്യമായിട്ട് തന്നെ സ്റ്റിയറിങ് പിടിക്കാനും. ഹോണ് നമ്മൾ എപ്പോഴും അടിക്കേണ്ടത്? എന്തിനാണ് വണ്ടിയുടെ ഹോൺ ഉപയോഗിക്കേണ്ടത്? എന്തിനാണ് ഹോൺ? നമ്മൾ ഹോൺ അടിക്കും അല്ലേ? ട്രാഫിക് സിഗ്നലില് ലൈറ്റ് പച്ചയായി കഴിഞ്ഞാൽ നമ്മൾ ഹോൺ അടിച്ചു തുടങ്ങും. പിന്നെ മുന്നിൽ വണ്ടി നിർത്തിയാൽ നമ്മൾ ഹോൺ അടിക്കും. ഒരാൾ റോഡ് ക്രോസ് ചെയ്യാൻ നിൽക്കുന്ന സമയത്ത് അയാളെ പേടിപ്പിക്കാൻ നമ്മൾ ഹോൺ അടിക്കും. അപ്പൊ സത്യത്തിൽ ഹോൺ എന്തിനാണ് അടിക്കേണ്ടത്? എപ്പോഴാണ് അടിക്കേണ്ടത്? നമ്മൾ ബെൻഡുള്ളപ്പോൾ, അതായത് നമ്മുടെ സാന്നിധ്യം, ഈ വണ്ടിയുടെ സാന്നിധ്യം മറ്റാരെങ്കിലും തിരിച്ചറിഞ്ഞിട്ടില്ലെങ്കിൽ അറിയിക്കാൻ മാത്രമേ എന്ത് ചെയ്യണ്ടൂ? ഹോൺ അടിക്കാൻ പാടുള്ളൂ. ഹോൺ പരമാവധി ഉപയോഗം കുറച്ചിട്ട് വേണം ഉപയോഗിക്കാൻ. ഇതെപ്പോഴും ഹോൺ അടിക്കുമ്പോൾ ആൾക്കാർ ശ്രദ്ധിക്കില്ലല്ലോ. നമ്മൾ ആ ഹോൺ ആവശ്യത്തിന് അടിക്കാം. നമ്മൾ വളവും തിരിവും ഇടുങ്ങിയ, പ്രത്യേകിച്ച് നിങ്ങളെ സംബന്ധിച്ച് ചെറിയ റൂട്ടിലൂടെ വലിയ വണ്ടി പോകുമ്പോൾ കുറച്ചുകൂടി കൂടുതൽ ഹോൺ അടിക്കുന്നുണ്ടാവും. എങ്കിൽ പോലും പ്രധാന പാതയിലൊന്നും നമ്മൾ എന്ത് ചെയ്യരുത്, അനാവശ്യമായി ഹോൺ ഉപയോഗിക്കാൻ നിൽക്കരുത്. അപ്പൊ ഇതിനാണ് നമ്മൾ കൾച്ചർ എന്ന് പറയുന്നത്. ട്രാഫിക് കൾച്ചർ എന്ന് പറയുന്നത് എന്തിനാണ്? റോഡിൽ വണ്ടി മാന്യമായി ഉപയോഗിക്കുന്നതിനാണ് അല്ലേ? ഓവർടേക്ക് ചെയ്തൊരു വണ്ടി വരുന്ന സമയത്ത് എന്താണ് അതിൻ്റെ ഒരു കൾച്ചർ? എന്താണ്? നമ്മുടെ വണ്ടിയെ ഒരാൾ ഓവർടേക്ക് ചെയ്യുന്നു, ചിലപ്പോൾ വളരെ അലക്ഷ്യമായി ഓവർ സ്പീഡിൽ വന്ന് ഓവർടേക്ക് ചെയ്യാം, ചിലപ്പോൾ മാന്യമായി ഹോൺ അടിച്ച് ഓവർടേക്ക് ചെയ്യാം, ചിലപ്പോൾ അത്യാവശ്യത്തിനായിരിക്കും അവൻ ഓവർടേക്ക് ചെയ്യുന്നുണ്ട്. ഈ ഓവർടേക്ക് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യേണ്ട മാന്യത എന്താണ്? നമ്മുടെ വേഗത കുറച്ച് ലെഫ്റ്റിലേക്ക് ഒതുങ്ങുക എന്നുള്ളതാണ് അതിൻ്റെ കൾച്ചർ അല്ലേ? അതാണ് നമ്മൾ ചെയ്യേണ്ട രീതി. അപ്പൊ ചില സമയത്ത് നമ്മൾ തന്നെ എന്തായിരിക്കും, വളരെ കഷ്ടപ്പെട്ടിട്ടായിരിക്കും പോയിക്കൊണ്ടിരിക്കുക. അതിൻ്റെ ഇടയിൽ നുഴഞ്ഞു കയറി ഹോൺ അടിച്ചൊക്കെ ഓവർടേക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അപ്പോഴും നമ്മൾ മാന്യത കാണിക്കുക എന്നുള്ളതാണ് എന്തിനു നല്ലത്. നമ്മുടെ ഈ കുട്ടികളെ നമുക്ക് മാന്യത പഠിപ്പിക്കാൻ അതേ മാർഗമുള്ളൂ. അപ്പൊ നമ്മൾ ക്രോസിൽ പിടിച്ചു കഴിഞ്ഞാൽ കുട്ടികൾ എന്ന് മനസ്സിലാക്കും ഓവർടേക്കിംഗ് അങ്ങനെ അനുവദിച്ചു കൊടുക്കേണ്ട ഒന്നല്ല എന്നും അവൻ നമ്മളെ തോൽപ്പിക്കുക എന്നുള്ളതാണ് അവൻ്റെ ഉദ്ദേശം എന്നും ഈ ഡ്രൈവർ, നമ്മുടെ ബസ്സിലെ ഡ്രൈവർ മാമൻ ചെയ്തതാണ് കറക്റ്റ് എന്നും ഇവന്മാരൊന്നും അങ്ങനെ ഓവർടേക്ക് ചെയ്ത് പോകേണ്ടവരല്ല എന്നൊക്കെ തോന്നും. വർക്ക് ചെയ്യില്ലേ? AC വർക്ക് ചെയ്യില്ലേ? ആണോ? ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അശ്രദ്ധയാണ്. അശ്രദ്ധ കൊണ്ടാണ് നമ്മുടെ ആക്സിഡന്റിൽ ഭൂരിഭാഗവും സംഭവിക്കുന്നത്. എങ്ങനെയാണ് അശ്രദ്ധ ഉണ്ടാവുന്നത്? എപ്പോഴാണ് അശ്രദ്ധ ഉണ്ടാവുന്നത്? ശ്രദ്ധ ഇല്ലാത്തപ്പോഴാണ് അശ്രദ്ധ ഉണ്ടാവുന്നത്. എങ്ങനെ ശ്രദ്ധ ഇല്ലാതെ ആവുന്നത്? നമ്മുടെ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിലും ഏറ്റവും കൂടുതൽ ആളുകൾ മരിക്കുന്നത്, റോഡിൽ മരിക്കുന്നത് നാഷണൽ ഹൈവേയിലാണ്, NH-ലാണ്. NH-ൽ ആളുകൾ മരിക്കുന്നത് എന്തുകൊണ്ടാ? ഫോൺ വരുന്നുണ്ട്. ഫോണൊക്കെ തൊട്ട് താഴത്തെ റീസണാണ്. ഫസ്റ്റ് റീസൺ നമുക്ക് അശ്രദ്ധ തന്നെയാണ്. അപ്പോൾ ഈ പറയുന്ന
NH വളരെ വിശാലമായ റോഡാണ്. അവിടെ ലൈറ്റുകളുണ്ട്, സിഗ്നൽ ലൈറ്റുകളുണ്ട്, മാർക്കിങ്ങുകളുണ്ട്, 4 വരിയുണ്ട്, 6 വരിയുണ്ട്. അവിടെ അത്യാവശ്യം വേഗതയിൽ നമുക്ക് ഓടിക്കാനുള്ള അനുമതിയുണ്ട്. അപ്പോൾ അപകട സാധ്യത കുറവാണ്. അപകടം നമുക്ക് ഫീൽ ചെയ്യുന്ന സാധ്യത കുറവാണ്. അപകട സാധ്യത നമുക്ക് തോന്നുന്നത് കുറവായതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? അശ്രദ്ധമാവും. അങ്ങനെയാണല്ലോ. നമ്മൾ മഴയത്ത് നടക്കുന്നത് പോലെ മറ്റുള്ള സമയത്ത് നടക്കുമോ? മഴയത്ത് നടക്കുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിച്ച് നടക്കും, നമ്മൾ വീഴില്ല. അതിനു വേണ്ടി മഴ ഇല്ലാത്തപ്പോൾ നമ്മൾ നടക്കുകയും എവിടെയെങ്കിലും ഈ പറയുന്ന സ്ലിപ്പറി ആയിട്ടുള്ള ഭാഗത്ത് നമ്മൾ വീഴുകയും ചെയ്യും. കാരണം നമ്മൾ അവിടെ വീഴുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല. അത്രേ ഉള്ളൂ. അശ്രദ്ധയുടെ കാര്യം അത്രേ ഉള്ളൂ. നമുക്ക് ശ്രദ്ധ ഇല്ലാതെ ആവുമ്പോഴാണ് ഇത് ഉണ്ടാവുന്നത്. അപ്പൊ നിങ്ങളെ സംബന്ധിച്ച് അതിനുള്ള സ്കോപ്പ് ഇല്ല. കാരണം നിങ്ങൾക്ക് എപ്പോഴും ശ്രദ്ധിച്ചേ പറ്റൂ. അട്ടപ്പാടിയിൽ ഇതേപോലെ ഒരു സ്കൂൾ കുട്ടി ആക്സിഡന്റിൽ പെട്ടത്, ആ കുട്ടി റോഡ് മുറിച്ച് കിടക്കുകയായിരുന്നു. അപ്പൊ റോഡ് ക്രോസ് ചെയ്ത സമയത്ത് ആ കുട്ടി ഓടി. റോഡ് മുറിച്ച് കിടക്കുന്ന കുട്ടികൾ അങ്ങനെയാണല്ലോ. ഓടിയ സമയത്ത് ഒരു ബൈക്ക് വരുന്നുണ്ടായിരുന്നു. ബൈക്കുകാരൻ അത്യാവശ്യം സ്പീഡിലാണ്. പക്ഷെ കുട്ടി ഓടുന്നത് കണ്ടിട്ട് ബൈക്കുകാരൻ എന്ത് കണക്കൂട്ടി? ഈ കുട്ടി റോഡ് മുറിച്ച് കടക്കുമെന്ന് കണക്കൂട്ടി. പക്ഷെ ഈ കുട്ടി റോഡിന്റെ എഡ്ജിൽ വന്നപ്പോൾ ഈ കുട്ടിയുടെ തോൾ ബാഗ് തൂങ്ങി. ഒന്ന് തൂങ്ങുമല്ലോ. അപ്പൊ ആ കുട്ടി എന്ത് ചെയ്തു? ഒന്ന് വലിച്ചിട്ടതാ. വലിച്ചിടുമ്പോൾ എന്ത് പറ്റും? കുറച്ച് റോഡിലേക്ക് ബാഗ് പോയി കുട്ടിയുടെ ബാഗിൽ ഈ വണ്ടി കൊളത്തി. അപ്പൊ ഈ പറയുന്ന പോലെ ശ്രദ്ധ എന്ന് പറയുന്നത് പല രീതിയിലാണ്. അതിലേറ്റവും പ്രധാനം ഈ പറയുന്ന നിങ്ങൾ സ്കൂൾ കുട്ടികളെ കൈകാര്യം ചെയ്യുന്ന ആയതുകൊണ്ട് നമുക്ക് ശ്രദ്ധ മാറാനുള്ള ഒരു അവസരമില്ല. പക്ഷെ മറ്റുള്ളവർക്ക് അങ്ങനെയല്ല. ബൈക്കായാലും മറ്റു വണ്ടികളൊക്കെ എന്ത് ചെയ്യും? റോഡൊക്കെ ഒഴിഞ്ഞു കാണുമ്പോൾ നല്ല സ്പീഡിൽ പോകും, അല്ലേ? നല്ല സ്പീഡിൽ പോയി കഴിഞ്ഞാൽ അപകടം, ശ്രദ്ധ ചെറുതായി മാറിയാൽ പോലും നമുക്ക് അപകടം. അപ്പൊ ശ്രദ്ധ എന്ന് പറയുന്നത് സത്യത്തിൽ നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു വിഷയമല്ല. അതെങ്ങനെയാണ്? നമ്മൾ മദ്യപിച്ചു കഴിഞ്ഞാൽ ശ്രദ്ധ പോകും, അല്ലേ? നമ്മൾ മാനസികമായി ഡിസ്റ്റർബ്ഡ് ആണെങ്കിൽ, നമുക്ക് അസുഖങ്ങൾ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഹോസ്പിറ്റൽ കേസൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായും നമ്മുടെ ശ്രദ്ധ കുറയും. അപ്പൊ അതിന് പല കാരണങ്ങൾ കൊണ്ട് ശ്രദ്ധ മാറാം. അത് നമുക്ക് സത്യത്തിൽ ഒരു സിലബസ് ആയി അല്ലെങ്കിൽ ഒരു മനപ്പാഠമായിട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നതല്ല. അത് നമ്മൾ സ്വാഭാവികമായും ഡ്രൈവിംഗ് പരിചയത്തിൽ നിന്ന് വരുന്ന ഒന്നാണ്. എവിടെ ശ്രദ്ധ കൊടുക്കണം, എവിടെ ശ്രദ്ധ കൊടുക്കണ്ട, എത്രത്തോളം ശ്രദ്ധ ഓരോ സ്ഥലത്തും കൊടുക്കണം, അതൊക്കെ നമ്മുടെ പരിചയത്തിൽ നിന്ന് വരുന്ന ഒരു കഴിവാണ്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഡ്രൈവിംഗ് എന്ന് പറയുന്നത് നമ്മുടെ ഒരുപാട് അവയവങ്ങൾ, പ്രത്യേകിച്ച് എല്ലാ അവയവങ്ങളും പ്രവർത്തിക്കേണ്ട ഒന്നാണ്. ഡ്രൈവിംഗിൽ ഏറ്റവും കൂടുതൽ നമുക്ക് ഇൻപുട്ട് കിട്ടുന്നത് എന്താ? അത് എങ്ങനെ ഓടിക്കണമെന്ന് നമുക്ക് തരുന്ന അവയവം ഏതാ? ഏറ്റവും കൂടുതൽ കാര്യങ്ങളെ വണ്ടി ഓടിക്കുമ്പോഴേ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കി തരുന്നത് ആരാ? കണ്ണാണ്. ഏകദേശം 80-90% ഇൻഫോർമേഷനും കിട്ടുന്നത് കണ്ണിലാണ്, അല്ലെ? കാഴ്ചയിൽ നിന്നാണ്. അപ്പൊ നമ്മൾ മുന്നിലേക്ക് മാത്രമേ നോക്കുന്നുള്ളൂ എങ്കിൽ എന്താണ്? അത് പരിമിതിയാണ്. നമുക്കത് പോരാ. നമ്മൾ ഫുള്ള് നോക്കണം. ഈ കാഴ്ചയ്ക്ക് തന്നെ ഒരുപാട് പരിമിതി. ഒന്നെന്താണ്? നമ്മൾ മഴ പെയ്യുമ്പോൾ സാധാരണ നല്ല ലൈറ്റ് ഉള്ള സമയത്തെ കാഴ്ച ഉണ്ടോ? ഇല്ല, അല്ലെ? നമ്മുടെ വിൻഷീൽഡ് ഗ്ലാസ് കുറച്ച് മങ്ങിയതാണെങ്കിൽ നമുക്ക് ആ കാഴ്ചയുണ്ടോ? ഇല്ല. അതുപോലെ നമ്മുടെ കാഴ്ച കുറവുണ്ട് എങ്കിൽ നമുക്ക് കാഴ്ച ഉണ്ടോ? നല്ല കാണുന്നവരുടെ ആ കാഴ്ചയില്ല. ഇത് കൂടാതെ വേഗതയ്ക്കനുസരിച്ച് കാഴ്ച മാറും. എങ്ങനെയാ? നല്ല വേഗതയിൽ പോകുമ്പോൾ നമുക്ക് ഇത്രയും ദൂരത്തെ, അതായത് 180 ഡിഗ്രി കാഴ്ച കാണാം. വേഗത കൂടും തോറും ഇതിങ്ങനെ കുറഞ്ഞു വരും. 80-90 പോയി കഴിഞ്ഞാൽ നമുക്കൊരു പൈപ്പ് വിഷനെ കിട്ടുള്ളൂ. പൈപ്പ് വിഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു പൈപ്പിന്റെ ഉള്ളിൽ കൂടെ കാണില്ലേ? അത് പറ്റുള്ളൂ. ഇപ്പൊ നമ്മുടെ നാട്ടില് പന്നി ഇടിച്ചിട്ട് തന്നെ 2-3 ആളുകൾ മരിച്ചു ഇപ്പൊ അടുത്ത കാലത്ത്, അല്ലെ? പന്നി ഇടിച്ച് മരിക്കും, നായ ഇടിച്ചിട്ട് ആക്സിഡന്റ് ആവും. അതൊക്കെ എന്തുകൊണ്ടാ? അത് സൈഡിൽ നിന്നാണ്, അങ്ങനെയല്ലല്ലോ വരിക, അല്ലെ?